وجهك والله حجتنا يوم يأتي الناس بالحجج ومريضا أنت ذاكره قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج فزمن قد كنت بغيته والسماء في أرفع الدرج باذلا في الحب مهجته سامحا بالروح والمهج يا كريم الجود راحته فكفيت البحر واللجج. ഉള്ളാളത്തെ ആട് എന്ന് പറയുന്ന ആടുണ്ട്, എനിക്കറിയോ അറിയില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇതും കൂടെ ഇപ്പം ഓർമ്മയിൽ നിന്നുകൊണ്ട് പറയാം. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നിന്ന് ഞങ്ങളെ നാട്ടിട വഴികളിലൂടെ ഒരു ആട് വരും. ആട് എന്ന് പറഞ്ഞാൽ ഈ ആട് എന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. ഒരു വയസ്സനെ പോലെ ആയിരിക്കും അതിൻ്റെ മുഖം, നല്ലോണം താടിയെല്ലാം അതിൻ്റെ കഴുത്തിലൊരു സഞ്ചി ഉണ്ടാവും. അപ്പം ഈ എൻ്റെ അമ്മ എനിക്ക് വിഷുവിന് പടക്കം പോലും മേടിക്കാൻ, ഒരു പൊട്ടാസ് മേടിക്കാൻ പോലും, അല്ല പൊട്ടാസ് അല്ല, എന്താണ് പറങ്കി വെടി പോലും മേടിക്കാൻ, കമ്പിത്തിരി പോലും മേടിക്കാൻ പൈസ തരാത്ത അമ്മയാണ് എൻ്റെ അമ്മ. പക്ഷെ ഈ ആട് ഇങ്ങനെ ഈ സഞ്ചിയും തൂക്കിയിട്ട് നമ്മളെ ഇടവഴികളിലൂടെ വരുമ്പോൾ ഈ അമ്മ ഇതിൻ്റെ സഞ്ചിയിൽ പൈസ ഇടും. അപ്പം ഞാൻ അമ്മയോട് നിങ്ങൾക്ക് ഇത് പ്രാന്താണോ ചോദിക്കും. അപ്പോൾ അമ്മ പറഞ്ഞ ഒരു വാചകമുണ്ട്, എടാ അത് ഉള്ളാളം പള്ളിയിലത്തെ ആടാന്ന്, അതിന് പൈസ ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ലത് വരും എന്ന് അമ്മ പറഞ്ഞൊരു ഓർമ്മയുണ്ട്. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്, ഈ ആടിനെ ഞങ്ങൾ വിളിക്കുന്ന പേര് മൂസാക്കുട്ടൻ എന്നാണ്. മൂസാക്കുട്ടൻ എന്നാണ് ആടിനെ വിളിക്കാറുണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ നാടുകളിൽ കല്യാണം നടക്കാതിരുന്നാൽ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് കള്ളു കുടിച്ചിട്ട് ജീവിതം കുട്ടിച്ചോറാക്കിയാൽ, അല്ലെങ്കിൽ പിന്നെ മകന് ജോലി കിട്ടാതെ ആയാൽ ഉള്ളാളം പള്ളിയിലേക്ക് ആടിനെ നേരുന്ന ഒരു ശീലം ഞങ്ങളുടെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ജാതി മതഭേദമന്യേ ഉള്ളാളം പള്ളിയിലേക്ക് ആടിനെ നേരുകയും ഉള്ളാളം പള്ളിയിൽ നിന്ന് വരുന്ന ആടിന്റെ സഞ്ചിയിൽ പൈസ ഇടുകയും ചെയ്യുന്ന ഒരു ശീലം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ 1992 ഡിസംബർ 6 എന്ന ഒരു ദിവസമുണ്ട്. ഇന്ത്യൻ മതേതരത്വത്തിന് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പോറലേൽപ്പിച്ച ബാബറി മസ്ജിദ് എന്ന പള്ളി തകർക്കപ്പെട്ട ദിവസമാണ് അത്. അന്ന് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം കാസർഗോഡും അല്ലെങ്കിൽ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ആകമാനം മതം എന്ന് പറയുന്നത് ദയയുടെ മതം പോലെയായി മാറുകയും 1992 ഡിസംബർ 6 ശേഷം വീടായാലും ഇൻഡസ്ട്രിയിലായാലും ബിസിനസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ, HT, LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600.